എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും വേറൊരു വീഡിയോ ഇട്ട് ഞാൻ എത്തിയിരിക്കുന്നു. ഇപ്രാവശ്യം ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ്. ജബൽ ജെയ്സിൽ പോയാലോ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ. ജബൽ ജെയ്സ് എന്ന് പറയുന്നത് മല ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഈ വിൻ്റർ ടൈമൊക്കെ ആകുമ്പം മേളിൽ വരെ നമ്മൾ പോയി ആ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് വരാം. അതാണ് മെയിൻ സംഭവം. ഇതിൽ ഓരോ ലെവലിൽ ഓരോ സ്ഥലത്ത് കുറച്ച് കടകളും കുറച്ച് ഓപ്പൺ സ്പേസും ഉണ്ടാവും. അവിടെ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഗ്രില്ലൊന്നും കൊണ്ടുപോയില്ല, ഗ്രില്ലിൻ്റെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. സോ വെറുതെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയത്. ഏതാണ്ട് 3 മണി കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നോക്കിയപ്പോൾ ഫ്യൂൽ 1/4 ടാങ്കോളം ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഞങ്ങളങ്ങ് പോയി. അന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. നല്ലൊരു രസമായിട്ടുള്ളൊരു ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല പ്ലസൻ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. മെയിൻ ആ സിറ്റി ഏരിയ കഴിഞ്ഞാൽ പോകുന്ന വഴിയിലും മാക്സിമം അവിടെ ഒക്കെ ഉള്ളത് മണലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നടുക്ക് നല്ല അടിപൊളി റോഡും. അങ്ങനെ ഓടിച്ച് അത്യാവശ്യം മലപ്രദേശം പോലത്തെ സ്ഥലമായി നമ്മളെ റോഡിൻ്റെ സൈഡിലായിട്ട്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ മണ്ണിൽ കെട്ടി ഉയർത്തിയതുപോലെയാണ് ആ മലമൊക്കെ കാണാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊന്ന് ഇറങ്ങി അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് തിരിച്ച് വണ്ടി കയറി. പിന്നെ ഞങ്ങൾ പോയത് മാപ്പ് ഇട്ടിട്ടാണ്. മാപ്പ് കാറിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ പോയി. ഓൾമോസ്റ്റ് സ്ഥലം എത്തിയപ്പോൾ ഇത് കാണുന്ന പോലെ നടുക്ക് റോഡ്, 2 സൈഡ് മലയിൽ. ആ മലയിൽ കയറണമെങ്കിൽ താഴ്ന്ന ആ ഒരു റോഡ് കയറി വേണം പോകാൻ. അതായത് 2 റോഡ്. നേരത്തെ നമ്മൾ വന്ന മെയിൻ റോഡ് 3 റോഡായിരുന്നു പോകാനും, പിന്നെ 3 റോഡ് വരാനുമായിരുന്നു. പിന്നെ ഈ സ്ഥലത്ത് കയറിയതിന് ശേഷം അത് 2 റോഡായി. 2 റോഡ് പോകാനും 2 റോഡ് അവിടെ നിന്ന് തിരിച്ചു വരാനുള്ളൊരു റോഡ്. നടുക്ക് ഡിവൈഡർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ മലയുടെ ഒക്കെ നടുക്കൂടെ പോകുമ്പോൾ നല്ലൊരു രസമാണ്, നല്ല വൈബാണ്. അതായത് വെയിലടിക്കാത്തപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. പിന്നെ നല്ലൊരു രസമായിരിക്കും പോകാൻ. പിന്നെ ആ സമയം നാഷണൽ ഡേ ഒക്കെ കഴിഞ്ഞിരുന്ന സമയമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൽ ഓരോ ആൾക്കാർ ഈ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പോകുന്നു. പിന്നെ ഈ പോകുന്ന റോഡിന് സ്പീഡ് ലിമിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്പീഡ് ലിമിറ്റൊക്കെ നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഇടയ്ക്കും ഒരു വീട് പോലത്തെ ഒരു സ്ഥലം. ഞങ്ങൾ ഇത് നോക്കാൻ വേണ്ടി നിർത്തിയില്ല, പക്ഷേ ആ പോകുന്ന വഴിയിൽ കണ്ടതാണ്. പിന്നെ ഓൾമോസ്റ്റ് ആ മലയുടെ താഴെ എന്ന് പറഞ്ഞ് എത്തുമ്പോൾ ഒരു ടോള് പോലത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്, ഫുള്ള് ക്യാമറ ആയിട്ടും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും സൈഡിലൊരു ചെറിയ ബിൽഡിംഗ് പോലെ വെച്ചിട്ടുണ്ട്. അത് റിസോർട്ടാണോ അതോ ഏതെങ്കിലും ആൾക്കാർ വീടാണോ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതൊരു പഴയ കാലത്ത് വീട് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോകുന്ന വഴിയിൽ നമുക്ക് മനസ്സിലാവും റോഡ് കുറച്ചുകൂടെ ഇടുങ്ങും. ഒരു ലൈന് മേളിൽ പോകാനും ഒരു ലൈന് താഴെ വരുന്നവർക്കും വേണ്ടിയിട്ട്. പിന്നെ ചില സ്ഥലത്താകുമ്പോൾ പോകുന്ന ആൾക്കാർക്ക് 2 ലൈന് ഉണ്ടാവും, തിരിച്ചു വരുന്ന ആൾക്കാർക്ക് സെയിം ഒരു ലൈനായിരിക്കും. ഇവിടെ മലകളുടെ ടെക്സ്ചർ അങ്ങ് മാറുന്നു. നേരത്തെ ഒരുമാതിരി മണ്ണിലുണ്ടാക്കിയതുപോലെ തോന്നിയെങ്കിൽ ഇപ്പം ഈ പാറയായിട്ട് തോന്നൽ വരും. ഞങ്ങളങ്ങനെ പോയത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഈവനിങ് സമയത്തുള്ള ഗോൾഡൻ അവർ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ കുറേ ഹെയർ പിൻ ബെൻഡുണ്ട്. ആ ഹെയർ പിൻ ബെൻഡിൽ സൂക്ഷിച്ച് പോകണം. പിന്നെ അതല്ലാണ്ട് ആൾട്ടിറ്റ്യൂഡ് മാറുന്നതുകൊണ്ട് നമുക്ക് കാതടയ്ക്കും ചില സ്ഥലത്തെപ്പോഴേക്കും. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലവർക്ക് ഈ മോശം സിക്നസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതുപോലെയാണ്. ഒരു കുറേ ഓപ്പൺ സ്പേസ് ഉണ്ടാവും. അവിടെ ചെറിയ കടകളുണ്ടാവും. നമ്മളെന്തെങ്കിലും ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നുണ്ടെങ്കിൽ ബാർബിക്യൂ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ മേളിലെത്തിയപ്പോൾ കണ്ട ഒരു അതിഭീകര സെറ്റപ്പാണ് ജെയ്സ് സ്ലെഡർ. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ റോളർ കോസ്റ്റർ പോലെ. അതിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതിലിരിക്കുക, നേരെ അത് നമ്മളെ മേളിൽ കൊണ്ടുപോയിട്ട് പിന്നെ അങ്ങനെ അങ്ങ് കറങ്ങി വരും. അത് നല്ല രസമാണ് അതിലിരുന്ന് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലത്തെ സാധനമാണത്. അതിലുള്ള ഒരു മൊത്ത ട്രാക്കും ഫുൾ അതിങ്ങനെ കറങ്ങി വരും. നമുക്ക് ചൂസ് ചെയ്യാം എങ്ങനെ സ്പീഡായിട്ട് പോകണോ പയ്യെ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് ഞാൻ പോയപ്പോൾ 50 dirhams അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ റേറ്റിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ബട്ട് അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ സ്ലെഡർ
അത് 5 മണി 5:30 അത് 6 മണിക്ക് എന്തോ തീരും. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ലാസ്റ്റ് ട്രിപ്പ് എന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കണ്ടത് ഫ്യൂവലിൻ്റെ ലൈന് കത്തിക്കിടക്കുന്നത്. അത് കഴിഞ്ഞ് വണ്ടി എത്ര ദൂരം പോകുമെന്നോ ഒന്നും അറിയത്തില്ല. പിന്നെ അവിടെ പെട്രോളിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 10 ലിറ്ററിന് 100 ദിർഹംസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. നോക്കിയപ്പം ഒരുപാട് ദൂരം കാണിച്ചു അടുത്ത ഒരു പെട്രോൾ പമ്പ്. രണ്ടും കൽപ്പിച്ച് അങ്ങ് വണ്ടി എടുത്ത് പോയിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് വഴി തെറ്റി. പിന്നെ അവസാനം ഞങ്ങളൊരു പെട്രോൾ പമ്പിലെത്തി. അത് ഓൾമോസ്റ്റ് 47 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തി. അവസാനം ആ 47 കിലോമീറ്റർ കഴിഞ്ഞ് പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അറിയിക്കാൻ വയ്യ. അതൊരു വണ്ടി ഓടി ഒരു കുഴപ്പമില്ല. അപ്പോൾ അന്ന് ഒരു കാര്യം മനസ്സിലായി, 40 to 50 കിലോമീറ്റർ വരെയെങ്കിലും നമുക്ക് പോകാൻ പറ്റും ഈ ലൈറ്റ് കത്തിയാലെന്ന്. പിന്നെ ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് ഒരു ടെൻഷനിലാണ് ഞങ്ങൾ തിരിച്ചു. പിന്നെ നേരെ വീട്ടിലോട്ട്. പിന്നെ ഏതാണ്ട് വീട്ടിൽ എത്തിയപ്പോൾ 8-8:30 ആയി. അപ്പോൾ ഞങ്ങൾ ജബൽ ജയ്സി പോയ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജബൽ ജയ്സ് നല്ലൊരു ഓപ്ഷനാണ്. ശരി, എന്നാൽ ഇതുപോലെ വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. ശരി അപ്പോൾ.